So the next topic is preparation of the research report. സോ എങ്ങനെയാണ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സസിൽ വാട്ട് ഈസ് റിസർച്ച്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ആൻഡ് ഓൾസോ വാട്ട് യു മീൻ ബൈ റിസർച്ച് ഡിസൈൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ കഴിഞ്ഞാൽ റിസർച്ചർ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹൗ ടു പ്രിപ്പയർ ദിസ് റിസർച്ച് റിപ്പോർട്ട്. So, what do you mean by a report? A report is a detailed description of what has been done and how it has been done with respect to a particular area or topic. അപ്പോൾ റിപ്പോർട്ട് എന്ന് വെച്ചാൽ അതൊരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്തൊക്കെ നമ്മൾ ചെയ്തു, അതെങ്ങനെയാണ് ചെയ്തത്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ റിപ്പോർട്ട് എന്ന് പറയുക. ഈ റിട്ടേൺ റിപ്പോർട്ടിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത റിസർച്ചിൻ്റെ റിസൾട്ട് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് എ റിസർച്ച് ആക്ടിവിറ്റി. ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു റിസർച്ചിൻ്റെ എൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി സ്കിൽഡ് വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ റിസർച്ച് വർക്ക്. So a research report is a presentation of the research findings in the form of a report, and it is necessary part of the research process. Reporting is the end product of the research work. So a research report എന്ന് പറയുന്നത് it is a presentation of the research findings. ഒരു റിസർച്ചർ ചെയ്ത റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ പ്രസൻറ്റേഷൻ ആണ്. ഏത് ഫോമിലാണ് അത് ചെയ്യുന്നത്? ഒരു റിപ്പോർട്ടിൻ്റെ ഫോമിൽ നമ്മൾ ചെയ്ത ഫൈൻഡിങ്സിനെ പ്രസൻറ്റ് ചെയ്യലാണ് ഒരു റിസർച്ച് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ റിസർച്ച് വർക്ക്. നൗ, എന്തിനാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ആവശ്യം? എന്താണ് need of the research report? So one of the main need means the aim of the research is the search for knowledge. Search for knowledge. Next, a research report is needed to evolve a theory or a പ്രിൻസിപ്പിൾ. റിസർച്ച് റിപ്പോർട്ട് എന്തിനാവശ്യമാണ്? നമുക്കൊരു പുതിയ തിയറി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രിൻസിപ്പിൾ നമ്മൾ ഇവോൾവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചെയ്ത ഒരു വർക്കിൻ്റെ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും കഴിഞ്ഞ് നമുക്കുണ്ടാവും അതിനെക്കുറിച്ച് സജഷൻസ് പറയാൻ, എങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസിലേക്ക് എത്തിക്കാൻ, പുതിയ ഐഡിയാസും തോട്ട്സും ഒക്കെ അവർക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് റിസർച്ച് റിപ്പോർട്ട്. Reporting is a process through which a basic ground is prepared for exchange of ideas or thoughts. റിസർച്ചറുടെ ഐഡിയാസും തോട്ട്സും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിപ്പോർട്ടിംഗ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു മേക്ക് സ്പെസിഫിക് റെക്കമെൻഡേഷൻ ഫോർ കോഴ്സ് ഓഫ് ആക്ഷൻ. റിപ്പോർട്ടിംഗ് എന്ത് ചെയ്യുന്നു റിസർച്ചറെ? ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു മേക്ക് സ്പെസിഫിക് റെക്കമെൻഡേഷൻ ഫോർ ദ കോഴ്സ് ഓഫ് ആക്ഷൻ. അവരുടെ ഏരിയ ഓഫ് സ്റ്റഡിയിലുള്ള ആക്ഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിൻ്റെ ഐഡിയാസ്, അതിന് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് വേണം എന്നുള്ളതൊക്കെ റിപ്പോർട്ടിങ്ങിലൂടെ റിസർച്ചർക്ക് ചെയ്യാൻ കഴിയും. The research ability of a candidate is revealed through the final report that he presents. And a research report is highly useful for policy formulators, practitioners, general public and others. ഇവരൊക്കെയാണ് ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്.